സോറി ഗൈസ്, ഞാൻ എയർപോർട്ടിലെ വാഷ്റൂമിലാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ബേസിക്കലി വീട്ടിൽ കുറേ ആൾക്കാരുള്ള കാരണം, പിന്നെ എനിക്ക് സമയം കിട്ടാത്ത കാരണം എനിക്കൊരു ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെ ബാത്റൂമിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. സോ ഗൈസ്, ഇന്ന് 31-ാം തീയതി ഞാൻ വീണ്ടും കൊറിയയിൽ പോവാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ കോഴിക്കോട് ടു മുംബൈ, മുംബൈ ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു സോൾ, അങ്ങനെയാണ് പോകുന്നത്. മുംബൈ വഴി പോകാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവളുടെ ഫ്ലൈറ്റല്ല, വിസ റിജക്റ്റായി. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പിന്നെ ഒറ്റയ്ക്ക് പോയി നമുക്ക് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇത്തവണ ഞാൻ കൊറിയയിൽ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ നല്ല നല്ല വീഡിയോസ് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കൊറിയ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എനിവേ, ഇത് ഇൻട്രൊഡക്ഷനാണ്. ഐ ഡോണ്ട് നോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ടൈം എത്രയായി? 5:30, 5:45 ആയി. എൻ്റെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. 7:15 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. എൻ്റെ ഫ്രണ്ട് മുംബൈയിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഈ ഇൻട്രോ അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ പ്ലീസ് അഡ്ജസ്റ്റ്, ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രിപ്പയർഡ്, ഓക്കെ. അപ്പം നമുക്ക് കൊറിയയിൽ പോവാം ഗൈസ്. സെക്കൻഡ് ടൈം ഫോർ ദി ബെറ്റർ, യാ, ഓക്കെ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കാണണ്ടേ? ഫസ്റ്റ് തന്നെ നമുക്ക് എയർപോർട്ടിലുള്ള ഇൻട്രോ കണ്ടാൽ മതി. അപ്പോൾ പാക്കിംഗ് കണ്ടിട്ട് വരാം, ഓക്കെ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 o'clock ആയി. ഇനി നമുക്ക് 1 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് വരാൻ. എൻ്റെ മൈക്കില്ല, അതുകൊണ്ട് വോയിസ് കുറച്ച് കുറവായിരിക്കും. പ്ലീസ് അഡ്ജസ്റ്റ്. നമ്മളൊരു മൈക്ക് വാങ്ങിക്കുന്നത് വരെ. ഗൈസ്, നമ്മളങ്ങനെ മുംബൈ എയർപോർട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ട് മുംബൈയിലോട്ട് വരുന്നത്. എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവളെ കാണാൻ പോവാം. ഇൻഫ്ലുവൻസർ ഫ്രണ്ട്സ്, യൂട്യൂബ് ഫ്രണ്ട്സ്. ഗൈസ്, നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷൻ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഉള്ളിൽ വന്നു. ഇനി നമ്മൾ ലോഞ്ച് പോവാണ്. ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. സോ ഭയങ്കര വിശപ്പ്. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലുണ്ടല്ലോ ലോഞ്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. Hindi I can understand. கொஞ்சம். No, I can really understand, but பேச முடியாது. നമ്മൾ സിംഗപ്പൂർ എത്തുന്നതിന് മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു, ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടർബുലൻസും അധികമായിരുന്നു. കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഗായ്സ്, ഫൈനലി നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് 2:25 നമ്മുടെ ഫ്ലൈറ്റ് ടു സോൾ. ഇപ്പോൾ സമയം ഏകദേശം 8:15, 8:30 ആയി. അപ്പോൾ നമുക്കിനി കുറച്ച് സമയമുണ്ട്. ഒരു 10:30 ഒക്കെ ആകുമ്പം നെക്സ്റ്റ് സോളിലോട്ടുള്ള ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് സിംഗപ്പൂർ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ടാണ് ചാങ്കി എയർപോർട്ട് ഇൻ സിംഗപ്പൂർ. അപ്പോൾ ഇവിടെ വാട്ടർഫോൾ ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഇതെല്ലാം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും പോയി നോക്കാം.
സോ ആക്ച്വലി വാട്ടർഫോൾ ഉള്ളത് ടെർമിനൽ 2-ലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ടെർമിനൽ 3-ലാണ്. സോ ടെർമിനൽ 2-ൽ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്കൈ ട്രെയിൻ എടുക്കാം. അപ്പോൾ നമ്മളത് കയറാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ ഉണ്ടല്ലോ, ഒരു ക്യാപ്സ്യൂൾ പോലെയുള്ള ട്രെയിനാണ്. സ്പേസ് ഉണ്ട്, പക്ഷേ ചെറിയ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള ഒരു ട്രെയിൻ. ഐ എം സോറി ഗൈസ്. വാട്ടർഫോൾസ് നമുക്ക് ആ സ്കൈ ട്രെയിനിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, ഫ്ലവേഴ്സ് ഒറിജിനലാണ്. കണ്ടിട്ട് ഒരു ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട ഫ്ലവർ ആണെന്ന് തോന്നുന്നു. അടിപൊളിയാണ് കാണാൻ. ഗാർഡൻ അടിപൊളിയാണ് ഗൈസ്, ഗാർഡൻ അടിപൊളിയാണ്. ഐ ലവ് ഇറ്റ്. ഗൈസ്, ഇപ്പോൾ ടൈം 11 o'clock ആയി. എൻ്റെ ഫ്ലൈറ്റ് 2:25-നാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. ഫ്ലൈറ്റ് അപ്പോൾ കയറേണ്ടത് ഗേറ്റ് ഓപ്പൺ ആവുക 1:25-നാണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 2.5 hours ടൈം ഉണ്ട്. എൻ്റെ പിന്നിൽ നോക്കൂ. ഓക്കെ, അപ്പോൾ അത്രയും നേരം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫുഡ് കഴിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത് വാട്ടർഫോൾസ് കാണാനുള്ള സമയമില്ല. പുറത്തിറങ്ങിയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഫസ്റ്റ് മുതൽ പിന്നെയും ചെയ്യണം. ഇതെന്താണ് സാധനം? ഓക്കെ, ഇതെൻ്റെ ഹെഡ്സെറ്റാണ്. ഓക്കെ, അതൊക്കെ പിന്നെയും ചെയ്യണം. ദാറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പം നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ എപ്പോഴെങ്കിലും സിംഗപ്പൂരിൽ വരുമ്പോൾ കാണുക എന്നുള്ളതാണ്. ഐ റിയലി ഹോപ്പ് എൻ്റെ ഈ ഒരു വ്ളോഗ് ഇസ് സോ മച്ച് ഫൺ ഫോർ യു. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നത്. സിംഗപ്പൂർ എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഗേറ്റ് ആണെങ്കിലും നമ്മുടെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സിംഗപ്പൂരിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ഏതൊരു വലിയ എയർപോർട്ടിൽ പോവുകയാണെങ്കിലും സ്വയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നടക്കരുത്. ഓക്കെ, കുറേ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക. നിങ്ങൾ ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇതിൽ ഹെൽപ്പ്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ എന്നാൽ ചുമ്മാ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ, നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ആസ്ക് പീപ്പിൾ. ഓക്കെ, ദിൽ ഹെൽപ്പ്. ആൻഡ് അത് നിങ്ങൾക്ക് ഈസിയാണ്. Just do that. Don't panic. Just ask and do things. ഞാൻ കഴിഞ്ഞൊരു 3.5 മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ചാർജ് ചെയ്യാനുണ്ട് ഫോൺ. ഇവിടെ നിന്ന് ചാർജ് ചെയ്യാം നമുക്ക്. ഇത് ചുമ്മാ ഒരു റെസ്റ്റിംഗ് ഏരിയ പോലെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് 1:10 ആയി സമയം. 1:25-നാണ് ഗേറ്റ് ഓപ്പൺ ആക്കുക. ആക്ച്വലി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഐ എം സോ ടയേർഡ്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാനൊരു കേക്ക് വാങ്ങിച്ചു. വേറെ ഒന്നും അവിടെ ഇല്ല. ബ്രെഡും പീനട്ട് ബട്ടറുമാണ്. അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനൊരു ബ്രെഡല്ല ഒരു കേക്ക് വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ വിശക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ അവർ ഫുഡ് തരുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. എങ്ങനെയാലും ഓൾമോസ്റ്റ് കയറാനായി. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി സോളിൽ കാണാം. ആക്ച്വലി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുമിച്ചല്ലേ വരാൻ നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫെയർ ആയിട്ട് നമ്മൾ സീറ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മുംബൈ ടു സിംഗപ്പൂർ ഞാൻ വിൻഡോ സീറ്റ് എടുത്തു. സിംഗപ്പൂർ ടു കൊറിയ അവൾ വിൻഡോ സീറ്റ് എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അവളുടെ വിസ റിജക്റ്റ് ആയപ്പം അവളുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ലേ. അപ്പം ഞാൻ സെൻറ്ററിലായി. ആൻഡ് ഈ ഫ്ലൈറ്റിലുണ്ടല്ലോ ഫുൾ കൊറിയൻസ് ആണ്. ഇറ്റ് ഫീൽസ് ഓക്വേർഡ് ലിറ്റിൽ ബിറ്റ്. ഇതുവരെ ഞാനിങ്ങനെ വന്നിട്ടില്ല, ഫുൾ കൊറിയൻസിൻ്റെ കൂടെ വന്നിട്ടില്ല. അത് കുറച്ചൊരു ഓക്വേർഡ്നെസ് ഉണ്ട്, ബട്ട് അതർവൈസ് ഫൈൻ.
വിൻഡോ സീറ്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു കപ്പിൾ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ വിൻഡോ സീറ്റിലിരിക്കോ, ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്നോട്ടെ എന്ന്. ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ഗൈസ് ആൻഡ് ലുക്ക് അറ്റ് ദം ഹോൾഡിങ് ഹാൻഡ്സ് ആൻഡ് ഓൾ. ഇതാണ് കൊറിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗൈസ് നമ്മളങ്ങനെ ഇൻചോൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ ബാഗ് ക്ലെയിം ചെയ്യാൻ പോവാണ്. ബാഗ് ക്ലെയിം ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും. ഓക്കെ, ആ ബോർഡിൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നേരെയുള്ള നമ്പർ നോക്കിയിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ ബാഗ് ക്ലെയിം ചെയ്യാം. ഓക്കെ, ഗൈസ് ഞാൻ എൻ്റെ കൊറിയയിലുള്ള വീട്ടിലെത്തി. ഭയങ്കര യുനോ എനിക്ക് രാവിലെ ഒരു അബദ്ധം പറ്റി. ഞാൻ എയർപോർട്ടിലെത്തിയപ്പം കൊറിയൻ ടൈം മേ ബി ഒരു 9:45 10 ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഫോണിൽ ടൈം മാറ്റാൻ മറന്നുപോയി. സോ നമ്മുടെ നാട്ടിലെ ഒരു രാവിലെ 6 മണി 7 മണി 6 മണി സമയം. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ടൈമിൻ്റെ ഇതിലാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ ഏജൻറ്റ് ആൻഡ് ഹൗസ് ഓണറൊക്കെ ആയിട്ട് 12 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇന്ത്യൻ ടൈം ആവുന്നില്ലല്ലോ, ഐ മീൻ ഇന്ത്യൻ ടൈം ഇൻ ദ സെൻസ് ഇന്ത്യൻ ടൈം നോക്കിയിട്ട് ടൈം ആവുന്നില്ലല്ലോ, 6 മണി ആയിട്ടില്ലല്ലോ, ഐ ഹാവ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. അവനെയും വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറ്റ് ദി എൻഡ് എയർപോർട്ട് ബസ് ബുക്ക് ചെയ്യാൻ നേരത്ത് 12:50 ബസ്. സമയം 9 മണി ആയിട്ടല്ലോ, ഞാൻ 3 മണിക്കൂർ ഇനിയും കാത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് 12:50 ഇനി 10 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ടൈം ടൈം മാറ്റിയിട്ടില്ല, അതാണ് പ്രശ്നം. ആൻഡ് ദിസ് ഗൈ ഏജൻറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പാവം 2 മണിക്കൂറൊക്കെ എനിക്ക് വെയിറ്റ് ചെയ്ത്. ഞാൻ പിന്നെ അവിടുന്ന് ബസ് പിടിച്ച് ഇവിടെ വന്ന് ഒപ്പൊക്കെ ഇട്ട്, ഒപ്പം ഇൻ ദ സെൻസ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് കുറച്ച് സമയമായി ഗൈസ്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജും ഇല്ല. ഇവിടെ ആണെങ്കിൽ ഈ 2 പിൻ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ 10 സെക്കൻഡ് ചാർജ് ചെയ്യുള്ളൂ. എൻ്റെ ഫ്രണ്ട് വരുന്നവരെ ഞാനിത് പിടിച്ച് നിൽക്കണം. അപ്പോൾ ഗൈസ് അതാണ് കൊറിയൻ വ്ളോഗ്. ഞാൻ കൊറിയയിലെത്തി ഗൈസ്. ഇനി മുതൽ നമ്മൾ ഫുൾ ഫണ്ണായി കൊറിയൻ ലൈഫാണ്. ഓക്കെ, നിങ്ങൾക്ക് കൊറിയൻ കണ്ടൻറ് കൊറിയൻ ലൈഫ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം നല്ലതായിരുന്നെന്ന്. ഞാൻ നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഉറങ്ങി എണീറ്റ് ടയേർഡായിട്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ റോ ഫേസ്. അത്രയൊക്കെ ഭംഗിയുള്ളൂ. ഓക്കെ ഓക്കെ അതുകൊണ്ട് ഞാൻ എന്തിനാ അത് പറഞ്ഞത്. എനിവേ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.